താമരശ്ശേരിയിൽ നിന്ന് ചുരം വഴി വയനാടിന്റെ ലക്കിടി വരെ സഞ്ചരിക്കണമെങ്കിൽ 27 കിലോമീറ്റർ ദൂരമുണ്ട്. മേപ്പാടി വരെയെങ്കിൽ 49 കിലോമീറ്റർ ദൂരം. ചുരത്തിൽ ഗതാഗത കുരുക്കോ മറ്റു പ്രശ്നങ്ങളോ ഉണ്ടായാൽ യാത്ര അതീവ ദുഷ്കരം. തുരങ്കത്തിലേക്ക് എത്താനുള്ള റോഡ് ഇതുവഴിയാണ്. കോഴിക്കോട് ജില്ലയിലെ ആനക്കംപൊയിൽ നിന്നാണ് തുരങ്കപാതയിലേക്കുള്ള 4 പാത ആരംഭിക്കുന്നത്. വയനാട് ജില്ലയിലെ കള്ളാടി വരെ 8.11 കിലോമീറ്റർ ദൂരത്തിലാണ് തുരങ്കപാത നിർമ്മിക്കുക. ആനക്കംപൊയിലിനും മേപ്പാടിക്കുമിടയിലുള്ള 42 കിലോമീറ്റർ ദൂരം 20 കിലോമീറ്റർ താഴെയായി കുറയും. ടണൽ വെന്റിലേഷൻ, അഗ്നിശമന സേനാ സംവിധാനം, ടണൽ റേഡിയോ സിസ്റ്റം, ടെലിഫോൺ സിസ്റ്റം, ശബ്ദ സംവിധാനം, എസ്കേപ്പ് റൂട്ട് ലൈറ്റിംഗ്, ട്രാഫിക് ലൈറ്റ്, CCTV, എമർജൻസി കോൾ സിസ്റ്റം തുടങ്ങിയ സംവിധാനങ്ങളും തുരങ്കപാതയിലുണ്ടാകും. എനിക്ക് പിറകിൽ കാണുന്ന ഈ പാറ തുരന്നാണ് വയനാട്ടിലേക്കുള്ള പാതയൊരുക്കുക. കേരളം അടിമുടി മാറുന്ന വികസന കുതിപ്പിലേക്കാണ് ഓരോ ചുവടുകളും.